ക്യാൻസർ രോഗിയായ അമ്മ, 2 ചെറിയ മക്കൾ. ഇവരെ അമ്മയെ ഏൽപ്പിച്ച് രഞ്ജിത വിമാനം കയറി വിദേശത്തേക്ക് പോയത് എങ്ങനെയെങ്കിലും ഒരു വീട് പണിതെടുക്കണം എന്ന മോഹത്തിൻ്റെ പുറത്തായിരുന്നു. ആ സ്വപ്നം പൂർത്തിയാക്കാൻ ഇനിയും ആഴ്ചകൾ എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഒരു മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിത് അമ്മയെയും മക്കളെയും അവിടേക്ക് മാറ്റാനായിരുന്നു കോൺട്രാക്ടറോട് രഞ്ജിത പറഞ്ഞു പോയത്. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. മഴ ആഞ്ഞൊന്ന് പെയ്താൽ ഒരുപക്ഷേ ആ വീട് നിലം പൊത്തിയേക്കും. ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു, അവരുടെ സുരക്ഷ കണക്കിലെടുത്ത് ആയിരിക്കും രഞ്ജിത കോൺട്രാക്ടറോട് മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിത് തരാൻ പറഞ്ഞത്. ഓണത്തിന് മുന്നേ വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞു പോയ രഞ്ജിത 2ാം നാൾ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കത്തിക്കരിഞ്ഞു എന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത്. ഇപ്പോഴിതാ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. നാളെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നുമാണ് വിവരം. അതേസമയം അമ്മയെ അവസാനം നമുക്ക് ഒന്ന് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രഞ്ജിതയുടെ 2 മക്കളും. രഞ്ജിതയുടെ മൃതദേഹം പൂർണ്ണമായും കത്തിക്കഴിഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ DNA പരിശോധനയുടെ മാത്രമേ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി വിദേശത്ത് നിന്നും രഞ്ജിതയുടെ ഇളയ സഹോദരൻ നാട്ടിലെത്തിയിരുന്നു. രജീഷിനെ അഹമ്മദാബാദിലേക്ക് DNA പരിശോധന നടത്തിയെങ്കിലും തുടർന്ന് അമ്മയുടെ രക്തസാമ്പിൾ കൂടി പരിശോധിച്ച ശേഷമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. അതേസമയം രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ സതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ തുടരുകയാണ്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയാണ് രഞ്ജിത. പ്രവാസ ജീവിതത്തിൻ്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളായി ലണ്ടനിലേക്ക് മടങ്ങിയതായിരുന്നു രഞ്ജിത. ജീവിത പ്രതിസന്ധികൾക്കിടയിലായിരുന്നു രഞ്ജിത വിജയിപ്പോയത്. കുവൈത്തിലും മറ്റുമായി വർഷങ്ങൾ ജോലി ചെയ്തു. PSC വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് 4 ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത്. കുടുംബ വീടിന് സമീപത്തെ വീട് പണിത് ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു. ആഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കെയാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചതും. ചെങ്ങന്നൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിൻ മാർഗത്തിലെത്തിയ രഞ്ജിത അവിടെ നിന്നും ചെന്നൈ അഹമ്മദാബാദിലേക്കും കളക്ടർ വിമാനത്തിലാണ് എത്തിയത്. അഹമ്മദാബാദിൽ നിന്നായിരുന്നു ലണ്ടനിലേക്കുള്ള വിമാനം. ഈ യാത്രയിലാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചത്.